ഗായ്സ്, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടു. ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ കുക്കർ. സോ ഇതിലെല്ലാം കൂടി ചേരുമോയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ബീഫ് മുഴുവൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ബീഫ് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. സാധാരണ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ടു. ചെറിയ കുക്കർ ആയതുകൊണ്ട് എല്ലാം കൂടി കൊള്ളാൻ നല്ല പാടുണ്ട്. പിന്നെ നമ്മൾ ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ചെറിയുള്ളി ഇത്രയും അളവാണ് നമ്മൾ ഇത്രയും ബീഫിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ചെറിയുള്ളിക്ക് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 7-8 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ട് കീറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിയും തക്കാളിയും ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഇത് നിറഞ്ഞു, നമ്മുടെ കുക്കർ നിറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കിഴങ്ങും ഉള്ളിയും കൂടി ചേർക്കാനുണ്ടായിരുന്നു. അതും കൂടി ഇട്ടപ്പോഴത്തേക്ക് കുക്കറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്നാലും ഞങ്ങൾ അതിൻ്റെ പുറത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ 2 ടീസ്പൂൺ അടുപ്പിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കൈയളവിൽ നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, എത്ര അളവ് ബീഫ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കണം. ആ കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ മസാലകളെല്ലാം കൂടി വറുക്കാൻ പോകുന്നത്. അതിലേക്ക് ഉള്ളി, ഉണക്കമുളക് ഒക്കെ ഇട്ടൊന്ന് വഴറ്റണം. പക്ഷെ ഞാൻ എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് എടുത്തിട്ട് പോയി. അപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തിളച്ച് അതൊന്ന് വെള്ളം തുടങ്ങി. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് കറിയിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ഈ തേങ്ങാക്കൊത്താണ്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കൊരു നല്ല മണം വരും. അങ്ങനെ അത് ആ തേങ്ങാക്കൊത്തിൻ്റെ മണമാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് മൂക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. നമ്മളിവിടെ 3-4 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ആക്കിയിട്ടുണ്ട്. മല്ലിപ്പൊടിക്ക് ശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇത്രയും മുളക് പൊടി ഇടുന്നതിൻ്റെ കാരണം ഇതിന് എരി കുറവാണ്. ഈ മുളക് പൊടിക്ക് കളറ് കൂടുതലാണെങ്കിലും എരി കുറവാണ്, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. അതിനുശേഷം ഈ മസാലയിലേക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇട്ടത് മസാലയാണ്. ഗരം മസാലപ്പൊടിയാണ് അതിലേക്ക് ഇട്ടത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്തൊരു മണമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇട്ട് വെച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് അടിയിനെ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല പുകയായിരുന്നു ആ സമയത്തൊക്കെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. നല്ല മണമായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചോറും അച്ചാറും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അമ്മ എനിക്ക് ബീഫൊക്കെ വിളമ്പി തന്നു കേട്ടോ. ഞാൻ കുറച്ച് കഷ്ണവും കുറേ ഗ്രേവി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേവി കൂട്ടി കഴിക്കാൻ. എനിക്ക് ബീഫിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് മോരാണ് കേട്ടോ. പുളിശ്ശേരി. അങ്ങനെ പുളിശ്ശേരിയും ബീഫും ആ അച്ചാറും കൂടെയൊക്കെ മിക്സ് ചെയ്ത ഫസ്റ്റ് ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രേവിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇത്രയും പതുക്കെ കഴിക്കുന്നതിൻ്റെ കാര്യം നല്ല ചൂടുണ്ടായിരുന്നു. ബീഫിന് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പതുക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഉരുട്ടി നിങ്ങൾക്കും ഒരു വാ തന്നു. ഞാൻ എന്നിട്ട് ഫസ്റ്റ് വായ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.